ഹൃദയപൂർവ്വത്തിൻ്റെ തിരക്ക് കൂടിക്കൂടി വരികയാണ്. ഓണം ദിനവും അടുത്ത ദിനവും നമുക്ക് തിരക്ക് കാണാൻ കഴിയും. ഇത് എറണാകുളം കവിതയിലെ തിരക്കാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണേലും സിനിമ വലിയ രീതിയിലുള്ള ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. 50 കോടി കഴിഞ്ഞ് പിന്നീട് അതിവേഗമാണ് സിനിമയുടെ കളക്ഷൻ കുതിക്കുന്നത്. എങ്ങനെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ തിരക്കും അതിനും മുകളിലുള്ള കളക്ഷനുമാണ് സിനിമയ്ക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വരുന്നത്. ഒരു രക്ഷയുമില്ലാത്ത തിരക്കാണ്. എറണാകുളം കവിത 1100 മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു തിയേറ്റർ. എറണാകുളത്തെ ഏറ്റവും വലിയ തിയേറ്റർ. എറണാകുളത്തെ മാത്രമല്ല മലയാളത്തിലെയും ഏറ്റവും വലിയ തിയേറ്ററുകൾ, കേരളത്തിലെ ഏറ്റവും വലിയ ആളുകൾ കയറുന്ന തിയേറ്ററാണ്. ഈ ഒരു തിയേറ്റർ ഫുള്ളായി മാറുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു സിനിമയുടെ രാത്രി ഷോയ്ക്ക് ആളുകൾ കയറുന്ന ആ ഒരു തിരക്കാണ് കാണുന്നത്. എന്തായാലും വലിയ സക്സസ്സായി മാറിയിരിക്കുകയാണ്. 100 കോടി എപ്പോൾ ടച്ച് ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. സിനിമ വമ്പൻ, അതായത് ഫാമിലി ഓഡിയൻസിനെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് കറക്റ്റായി ക്ലിക്കാവുകയും അത് വർക്കൗട്ട് ആവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് ദിനത്തേക്കാൾ കൂടുതൽ അവധി ദിനങ്ങളിലാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു തിരക്കൊന്ന് കാണാം. നിങ്ങൾക്ക് കമൻസൊക്കെ ഒന്ന് പറയാം. നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് ഈ ഷോയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതുമൊന്ന് പറയാം. ബാക്കി വേറെ എവിടെയെങ്കിലും ആയിരുന്നു നിങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിയേറ്ററിലാണ് കണ്ടതെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ പറയാം. അതേപോലെ തന്നെ അവിടെ പോയപ്പോൾ നിങ്ങൾക്ക് സിനിമ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാം. മോഹൻലാലിൻ്റെ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന, സമീപകാലത്ത് വന്ന സിനിമകളെക്കാൾ ഏറെ വ്യത്യസ്തമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തുടരും പോലെയുള്ള ചിത്രത്തിൽ കണ്ടതിനേക്കാൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് പഴയ മോഹൻലാൽ ചെയ്തിരുന്ന ക്യാരക്ടറിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ ഒരു കഥാപാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കങ്ങനെ അഭിപ്രായങ്ങളുണ്ടെങ്കിലൊന്ന് പറയാം. അതുപോലെ തന്നെ ഈസിനെസ് ഓഫ് ആക്ടിങ് നമുക്ക് ഇതിനകത്ത് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിന് ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഈ ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു നാച്ചുറാലിറ്റി, കാരണം ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു സ്പോയിലറായി പോകും. അതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങളിലേക്ക് വരാത്തത്. എന്തായാലും ഒരു വലിയ സക്സസ്സായി മാറാണ് സിനിമ. എന്ന് 100 കോടി അടിക്കുമെന്നുള്ളത് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. ബാക്കി തിരക്കൊക്കെ ഒന്ന് കാണുക.